ട്രംപിനെ പ്രകോപിപ്പിച്ചത് ലോകത്തെ ഏറ്റവും വലിയ റെയർ എർത്ത് നിർമ്മാതാക്കളായ ചൈന കയറ്റുമതി നിയന്ത്രണം ഡിസംബർ 1 മുതൽ പ്രഖ്യാപിച്ചതാണ്. AI നിർമ്മിത പ്രതിരോധ ഉപകരണങ്ങളടക്കം സെമി കണ്ടക്ടേഴ്സും ഇലക്ട്രിക് കാറുകളും അടക്കം IT അധിഷ്ഠിത വ്യവസായങ്ങളടക്കം ഏറ്റവും ആവശ്യമായിരിക്കുന്ന മിനറലാണ് റെയർ എർത്ത്. റെയർ എർത്തിന്റെ 70% ചൈനയിലാണ്. 90% റെയർ എർത്ത് പ്രോസസിംഗും ചൈനയിലാണ് നടക്കുന്നത്. റെയർ എർത്തിന്റെ കയറ്റുമതിയാണ് ചൈന ഡിസംബർ 1 മുതൽ നിർത്തിവച്ചിരിക്കുന്നത്. ഇത് അമേരിക്കൻ വ്യവസായത്തിന്റെ നടുവൊടിക്കും എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടാണ് ട്രംപ് പ്രതികാരവുമായി രംഗത്തിറങ്ങിയത്. ഈ സമ്മർദ്ദത്തിന് ചൈന വഴങ്ങിയില്ലെങ്കിൽ അമേരിക്ക നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ തീരദേശങ്ങളിൽ നമ്മുടെ കേരളമടക്കം റെയർ എർത്ത് നിക്ഷേപം ഏറെയുണ്ടെങ്കിലും അത് പ്രോസസ് ചെയ്തെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കേണ്ടി വരുന്നത്, മൂലധന നിക്ഷേപം നടത്തേണ്ടി വരുന്നത് റെയർ എർത്തിന് വേണ്ടിയാവും. എന്നാൽ അമേരിക്കയുടെ മുമ്പിൽ ഇത്തരം വഴികളൊന്നുമില്ല. അമേരിക്ക ചൈനയോട് പ്രതികാരം വീട്ടി സ്വയം പണി ഏറ്റുവാങ്ങുകയാണ്.